ജില്ലാ ടോസ് നേടിയ മിച്ചൽ സാന്റനർ അങ്ങനെ ബൗളിംഗ് തിരഞ്ഞെടുത്തിരിക്കുന്നു. ടോസ് ഭാഗ്യം വന്നിരിക്കുന്നത് കിവീസിനാണ്. ഈ മത്സരത്തിന്റെ ഭാഗ്യം എന്തായിരിക്കും എന്നുള്ളത് അറിയേണ്ടിയിരിക്കുന്നു. ഒരുപക്ഷെ സമീപകാലത്ത് 2023 ഏകദിന ലോകകപ്പിന്റെ ഫൈനലിലും ഇന്ത്യക്ക് ടോസ് നഷ്ടമായിരുന്നു. അന്ന് രോഹിത് ശർമ്മയുടെ മുഖത്ത് അപ്പോൾ തന്നെ പ്രകടമായിരുന്നു ടോസ് നഷ്ടമായതിന്റെ നിരാശ. ഒരുപക്ഷെ ഇന്ത്യയും ആഗ്രഹിച്ചത് അന്ന് ടോസ് നേടി ബൗളിംഗ് തിരഞ്ഞെടുക്കാനായിരുന്നു. പക്ഷെ അതുണ്ടായില്ല. പക്ഷേ അതിൻ്റെ ഒരു തിരിച്ചടിയാണ് നമ്മൾ അന്ന് ഫൈനലിൽ കണ്ടതും. സൂര്യ ക്രീസിലേക്ക് വരികയും തുടക്കത്തിൽ വലിയ തുടക്കം നൽകാൻ ശ്രമിക്കുമെങ്കിൽ പോലും സൂര്യ പോകുന്നു. പിന്നീട് വിരാട് കോഹ്ലി 50 നേടി അവിടെ പുറത്താവുന്നു. ഇന്ത്യക്ക് വലിയ സ്കോറിലേക്ക് ഇല്ലെങ്കിൽ പ്രതീക്ഷിച്ച സ്കോറിലേക്ക് എത്താനാവതെയും ഇന്ത്യ അന്ന് കീഴടങ്ങുന്ന കാഴ്ചയും കണ്ടു. പക്ഷേ ഇന്ന് അതുണ്ടാവില്ല എന്ന് നമുക്ക് കരുതാം. 2020 ആണ്. വൺ ഡേ പോലെ അത്ര ക്രൂഷ്യലായി ഇല്ലെങ്കിൽ ഒരുപാട് പെട്ടെന്ന് തന്നെ മൊമെന്റം ചേഞ്ച് ചെയ്യുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ടോസ് ഭാഗ്യം കിട്ടിയിരിക്കുന്നത് ന്യൂസിലാൻഡിനാണ്. ഇന്ത്യ ആദ്യം ബാറ്റ് ചെയ്യും. അതിനർത്ഥം ചേട്ടൻ സഞ്ജു സാംസൺ ആദ്യം തന്നെ ക്രീസിലെത്താൻ പോകുന്നു. സഞ്ജുവിൽ നിന്ന് ഇനി ഈഡനിൽ കണ്ടതുപോലെ തുടക്കം തൊട്ടൽ തകർത്തടിക്കുന്ന ഒരു ഇന്നിങ്സ് അത് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ബാറ്റർമാരെ സഹായിക്കുന്ന പിച്ച് തന്നെയാണ് ഈ അഹമ്മദാബാദ് സ്റ്റേഡിയത്തിൽ ഒരുക്കിയിരിക്കുന്നത് എന്നുള്ളതാണ് പുറത്തു വന്ന റിപ്പോർട്ടുകളൊക്കെ തന്നെ. അതായത് ബ്ലാക്ക് സോയിലും റെഡ് സോയിലും മിക്സ് ചെയ്ത് ഉണ്ടാക്കിയ ഒരു പിച്ച്. അത് ബാറ്റർമാരെ സഹായിക്കുന്ന പിച്ച്, നല്ല രീതിയിൽ റൺ വരുന്ന പിച്ച്, ബാറ്റിലേക്ക് നന്നായി പന്ത് വരുന്നത് പേസർമാർക്കും ഒരു ഘട്ടത്തിൽ വലിയ അഡ്വാൻറ്റേജ് നൽകുന്ന ഒരു പിച്ച്. അപ്പോൾ ഇന്ത്യയുടെ ബാറ്റർമാർ സഞ്ജു സാംസണോ അഭിഷേക് ശർമ്മയും ഒക്കെ തന്നെ തുടക്കത്തിൽ തന്നെ നല്ല തുടക്കം നൽകും. ഇഷാൻ കിഷനും സൂര്യകുമാർ യാദവും ഹാർദിക്കും ശിവൻ ദൂബെയും ഒക്കെ തന്നെ അത് ഏറ്റെടുത്ത്, അക്സർ പട്ടേലും ഒക്കെ തന്നെ അത് ഏറ്റെടുത്ത് ഇന്ത്യയെ കൂറ്റൻ സ്കോറിലേക്ക് ന്യൂസിലാൻഡിൻ്റെ ബാറ്റർമാരെ നമുക്കറിയാവുന്നതാണ്. കഴിഞ്ഞ മത്സരത്തിൽ 9 വിക്കറ്റിന് 12.5 പന്തിലാണ് ദക്ഷിണാഫ്രിക്കയെ അവർ അടിച്ചൊതുക്കി ജയമെടുത്തത്. അത് അനായാസമായി അത്ര വേഗത്തിലാണ്. അപ്പോൾ നമുക്ക് മതിയായ സ്കോർ എന്തായാലും വേണം എന്നത് തന്നെയാണ്. 200 മുകളിൽ സ്കോർ എന്തായാലും അത് ടെൻഷനോടെ അല്ലാതെ കളിക്കാനാവില്ല. കഴിഞ്ഞ മത്സരത്തിൽ 250 മുകളിൽ അടിച്ചിട്ട് പോലും ഇന്ത്യൻ ബൗളർമാർ വിയർക്കുന്ന കാഴ്ച കണ്ടു. ഇന്ത്യയുടെ നമ്പർ 1 ബൗളറെ, ലോകത്തെ നമ്പർ 1 ബൗളർ തെരഞ്ഞു പിടിച്ചടിക്കുന്ന കാഴ്ച കണ്ടു. ജസ്പ്രീത് ബുംറയുടെ ആ 18ാം ഓവർ ഇല്ലായിരുന്നുവെങ്കിൽ അന്നത്തെ മത്സരം നമ്മൾ ഒരുപക്ഷെ തോറ്റുപോയേനെ. ജസ്പ്രീത് ബുംറയ്ക്ക് ഒറ്റയ്ക്ക് ഒരു മത്സരം മാറ്റിമറിക്കാൻ എല്ലായ്പ്പോഴും സാധിച്ചു എന്ന് വരില്ല. പക്ഷേ ഇന്നത്തെ മത്സരത്തിൽ അപ്പോൾ ഇന്ത്യക്ക് മതിയായ സ്കോർ വേണ്ടിയിരിക്കുന്നു. സഞ്ജു സാംസൺ കഴിഞ്ഞ 2 മത്സരങ്ങളിൽ നൽകിയ ആ ഉജ്ജ്വല തുടക്കം ഇത്തവണയും ആവർത്തിക്കുമെന്ന് കരുതാം. ഈഡനിൽ സഞ്ജു ആദ്യം ബാറ്റ് ചെയ്തപ്പോൾ വലിയ സ്കോറിലേക്കൊക്കെ തന്നെ കൊണ്ടുപോയി. 2ാം മത്സരത്തിൽ വളരെ ക്രൂഷ്യലായ ഒരു സ്റ്റാർട്ടാണ്, ക്ഷമിക്കണം തെറ്റ് പറ്റിയിട്ടുണ്ട്. അതായത് ആദ്യ മത്സരത്തിൽ വെസ്റ്റ് ഇൻഡീസിനെതിരെ നല്ലൊരു ചേസ് ആയിരുന്നു. കഴിഞ്ഞ മത്സരത്തിൽ അതിന് നേരെ തിരിച്ചൊരു ഇന്നിങ്സും ഉണ്ടായി. അപ്പോൾ കഴിഞ്ഞ ഇംഗ്ലണ്ടിനെതിരെ ഫസ്റ്റ് ബാറ്റ് ചെയ്താണ് സഞ്ജു 89 റൺസ് അടിച്ചത്. അതായത് അത്തരത്തിൽ ഇന്ന് സഞ്ജു കഴിഞ്ഞ മത്സരത്തിൽ വാങ്കഡയിൽ നൽകിയതുപോലെ ഒരു ഉജ്ജ്വല തുടക്കം മുതൽ 2 3 പന്ത് മാത്രം ബൗളറെ മനസ്സിലാക്കാൻ എടുക്കുക. അതിനുശേഷം വരുന്ന പന്ത് തുടക്കം തുടൽ അടിച്ചു തീർക്കുക. സഞ്ജുവിൻ്റെ ഒരു പ്രധാനപ്പെട്ട വാർത്താ സമ്മേളനത്തിലെ വാക്കുകളുണ്ടായിരുന്നു. താൻ കളിക്കുന്നത് ടെസ്റ്റോ 2020യോ ടെസ്റ്റോ ഏകദിനമോ അല്ല, സെഞ്ചുറികളല്ല, മൈൽ സ്റ്റോൺ അല്ല തന്റെ മുന്നിലുള്ളത്. ടീമിന് നല്ല തുടക്കം നൽകുക എന്നത് മാത്രമാണ്. തുടക്കം നൽകാൻ ഇന്ന് സഞ്ജുവിന് സാധിക്കുമോ എന്നാണ് കാണേണ്ടതൊപ്പം ഫോമിലില്ലാത്ത താരങ്ങൾക്കുൾപ്പെടെ ഫോമിലെത്താൻ കഴിയുമോ എന്നത് കൂടി വലിയ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. എന്തായാലും ഇനി 20ഓളം മിനിറ്റ് മാത്രമാണുള്ളത്. അനിൽ തുടരുക. പല സ്ഥലങ്ങളിൽ നമ്മുടെ പ്രതിനിധികൾ ഈ ക്രിക്കറ്റ് ആവേശവുമായി കാത്തിരിപ്പുണ്ട്. അനിലേക്ക് പറ്റുമെങ്കിൽ ഒരിക്കൽ കൂടി നമുക്ക് വരാം. എന്തായാലും അഹമ്മദാബാദിൽ ഈ ലോകകപ്പിന്റെ ഫൈനൽ നേരിട്ട് കാണാനുള്ള ആ ഭാഗ്യം അത് ആസ്വദിക്കുക. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.